പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സംഭവ വികാസങ്ങൾ ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ അങ്ങ് ഇറ്റാലിയൻ നഗരമായ വെനീസിൽ ഒരു അത്യാഡംബര കല്യാണത്തിനുള്ള പന്തലൊരുങ്ങുകയാണ്. ശതകോടീശ്വരനും ആമസോൺ മുതലാളിയുമായ ജെഫ് ബെസോസിന്റെയും മുൻ ടെലിവിഷൻ ജേർണലിസ്റ്റ് ലോറൻ സാഞ്ചസിന്റെയും അത്യാഡംബര വിവാഹത്തിനാണ് വെനീസ് വേദിയാകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശതകോടീശ്വരന്മാരും സെലിബ്രിറ്റികളും രാഷ്ട്രീയ പ്രമുഖരുമെല്ലാം അതിഥികളായി എത്തുന്ന കല്യാണം പക്ഷേ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് വലിയൊരു പ്രതിഷേധത്തിന്റെ പേരിലാണ്. നോ സ്പേസ് ഫോർ ബെസോസ് എന്ന പേരിൽ രൂപം കൊണ്ടൊരു കൂട്ടായ്മയാണ് ആഡംബര കല്യാണത്തിനെതിരെ പ്രതിഷേധമുയർത്തിയിരിക്കുന്നത്. വെനീസ് കനാലിൽ പ്ലാസ്റ്റിക് മുതലകളെ നിറച്ച് അതിഥികളെ തടയുമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ മുന്നറിയിപ്പ്. പ്രതിഷേധത്തിന് പിന്നാലെ നേരത്തെ നിശ്ചയിച്ച വേദിയിൽ നിന്ന് ചടങ്ങ് മാറ്റിവെച്ചതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബെസോസ് കല്യാണത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം എന്താണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന ആശങ്കകൾ? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വെനീസിന്റെ നഗരം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സ്കൂള ഗ്രാൻഡെ ഡെല്ല മിസെറിക്കോർഡിയയിൽ വെച്ചാണ് 61-കാരനായ ബെസോസിന്റെയും 55-കാരിയായ സാഞ്ചസിന്റെയും വിവാഹ വിരുന്ന് നടക്കുന്നത്. ബെസോസിന്റെ $500 മില്യൺ സൂപ്പർ യാറ്റ് കോറുവിൽ $2.5 മില്യൺ പിങ്ക് ഡയമണ്ട് മോതിരം കൈമാറിയായിരുന്നു 2023-ൽ ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം. അന്നു മുതൽ ഇവരുടെ വിവാഹാഘോഷത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ വർഷം ആദ്യത്തിലാണ് വെനീസാണ് ചടങ്ങിന് വേദിയാകാൻ പോകുന്നത് എന്ന പ്രഖ്യാപനമുണ്ടായത്. ജൂൺ 26 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് 3 ദിവസം അതിസമ്പന്നർക്കും സെലിബ്രിറ്റികൾക്കും ആഘോഷത്തിൽ ആറാടാൻ വെനീസ് നഗരത്തിന്റെ കണ്ണായ സ്ഥലങ്ങൾ അടച്ചിടുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വാർത്ത അറിഞ്ഞത് മുതൽ വെനീസിലെ സാധാരണക്കാർക്കിടയിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നതാണ് പിന്നീട് കണ്ടത്. അങ്ങനെയാണ് നോ സ്പേസ് ഫോർ ബെസോസ് എന്ന പേരിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തങ്ങളുടെ സാധാരണ ജീവിതത്തെ നഗരത്തിന്റെ അമിത ടൂറിസം വലിയ തോതിൽ ബാധിക്കുന്നുവെന്നായിരുന്നു പ്രതിഷേധ കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ അതിസമ്പന്നരുടെ കളിത്തൊട്ടിലായി മാറിയിരിക്കുകയാണ് വെനീസ്. ഹൗസിംഗ് റെന്റ് ഉൾപ്പെടെ കുതിച്ചുയരുകയാണ്. ടാക്സും വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് വെനീസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നഗരം. പ്രതിവർഷം 2 കോടിയോളം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ഈ അമിത ടൂറിസം നഗരത്തിന്റെ സാധാരണ ജീവിത നിലവാരത്തെ തകർക്കുന്നു എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. 1950-ൽ 1,75,000 ആയിരുന്ന ജനസംഖ്യ ഇപ്പോൾ 49,000-ലും താഴെയാണ്. വാടക വർധനയും അവശ്യ സേവനങ്ങളുടെ ദൗർലഭ്യവുമെല്ലാം കാരണം ഇവിടുത്തുകാർ കൂട്ടമായി നഗരം വിടുകയാണ്. വർഷങ്ങളായി അകത്ത് പുകഞ്ഞുകൊണ്ടിരുന്ന അമർഷങ്ങളെല്ലാം അണപൊട്ടി ഒഴുകാനുള്ള കാരണമായി മാറുകയായിരുന്നു ബെസോസിന്റെ വിവാഹാഘോഷം. ഈ മാമാങ്കം വെനീസിനെ ഒരു തീം പാർക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെന്നാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഫെഡറിക്ക ടോണിനെല്ലോ പറഞ്ഞത്. എന്നാൽ വെനീസ് മേയർ ലൂയിജി ബ്രുഗ്നാരോ പ്രതിഷേധക്കാർക്കെതിരെ രംഗത്തെത്തി. വിവാഹം 48 മില്യൺ യൂറോയുടെ സാമ്പത്തിക നേട്ടമാണ് നഗരത്തിന് നൽകാൻ പോകുന്നത് എന്നായിരുന്നു മേയറുടെ വാദം. എന്നാൽ ഈ പണം സാധാരണക്കാർക്ക് ലഭിക്കില്ലെന്ന് പ്രതിഷേധക്കാർ തിരിച്ചടിച്ചു. നഗരത്തോട് ചേർന്നുള്ള കടലെടുക്കായ വെനീസ് ലഗൂണിന്റെ സംരക്ഷണത്തിനായി ബെസോസും സാഞ്ചസും $1.16 മില്യൺ സംഭാവന ചെയ്തിരുന്നു. ഇതിനെ വെറും പ്രഹസനമെന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളയുകയായിരുന്നു അവർ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അല്ലെങ്കിൽ സമ്പന്നനും ദരിദ്രനും തമ്മിൽ ശക്തമാകുന്ന അകലത്തിന്റെ പ്രതീകമായാണ് വിവാഹത്തെ പ്രതിഷേധക്കാർ കണ്ടത്. പ്രതിഷേധം വലിയ വാർത്തയായതോടെ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് NGO ആയ ഗ്രീൻ പീസിന്റെ ഇറ്റാലിയൻ ഘടകവും എവരിവൺ ഹേറ്റ്സ് ഇലോൺ എന്ന ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റ് കൂട്ടായ്മയും രംഗത്തെത്തി. വിവാഹ സൽക്കാരം നടക്കേണ്ടിയിരുന്ന സ്കൂള ഗ്രാൻഡയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. വേദിയോട് ചേർന്നുള്ള കനാലിൽ പ്ലാസ്റ്റിക് മുതലകളെയും അരയന്നങ്ങളെയും ഇറക്കിവിട്ട് അതിഥികളുമായി വരുന്ന ബോട്ടുകൾ തടയുകയായിരുന്നു ലക്ഷ്യം. മുതല പ്രതിഷേധ ഭീഷണി ഫലം കണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ആഘോഷവേദി ആർസനലിലെ ഒരു ഒറ്റപ്പെട്ട ഷിപ്പ്യാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബെസോസ് സാഞ്ചസ് ദമ്പതികൾ. തെരുവുകളിലെല്ലാം വിവാഹ മാമാങ്കത്തിനെതിരെ പ്രതിഷേധവുമായി നോ സ്പേസ് ഫോർ ബെസോസ് എന്ന തലക്കെട്ടിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വെനീസ് നഗരം മധ്യത്തിലുള്ള സെന്റ് മാർക്കസ് ചത്വരത്തിൽ ഉയർത്തിയ വലിയൊരു ബാനറും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ശ്രദ്ധ നേടി. വിവാഹത്തിനായി വെനീസ് വാടകയ്ക്കെടുക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നികുതി അടയ്ക്കാനും തയ്യാറാകണമെന്നായിരുന്നു ഗ്രീൻ പീസും എവരിവൺ ഹേറ്റ്സ് ഇലോൺ കൂട്ടായ്മയും സ്ഥാപിച്ച ആ ബാനറിൽ രേഖപ്പെടുത്തിയിരുന്നത്. നോ ബെസോസ് നോ വാർ എന്ന തലക്കെട്ടിൽ പുതിയ വിവാഹ വേദിയിലേക്ക് സമാധാനപരമായ മാർച്ച് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വൻ ആഘോഷ പരിപാടികളും പാർട്ടികളുമാണ് ഓരോ ദിവസവും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം വെനീസ് ലീഡോയിൽ പ്രശസ്തമായ വെനീസ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയായ സ്ഥലത്ത് ഒരു ഗംഭീര പാർട്ടിയോടെ ആഘോഷങ്ങൾ ആരംഭിക്കും. 2ാം ദിനം സാൻ ജോർജിയോ മജോറ ദ്വീപിലെ ചരിത്ര പ്രസിദ്ധമായ 16-ാം നൂറ്റാണ്ടിലെ പള്ളിയിൽ വെച്ച് ചടങ്ങുകൾ പൂർത്തിയാക്കും. 3ാം ദിനമായ ശനിയാഴ്ച വമ്പൻ ആഘോഷങ്ങളോടെയാകും ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുക.
ലോകത്തിന്റെ വിവിധ സ്ഥലത്ത് നിന്നെത്തുന്ന 250ഓളം VIP-കളാണ് ആഡംബര വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. ഇലോൺ മസ്ക്, ലിയോനാർഡോ ഡികാപ്രിയോ, ഓപ്ര വിൻഫ്രെ, മിക് ജാഗർ, കിം കർദാഷിയാൻ, കാറ്റി പെറി, ഇവാങ്ക ട്രംപ്, ജാരേദ് കുഷ്ണർ തുടങ്ങിയ വൻ സെലിബ്രിറ്റി നിരയും VIP-കളും ആ ലിസ്റ്റിൽ ഉൾപ്പെടും. ഇവർക്ക് താമസിക്കാനായി വെനീസിലെ പ്രശസ്തമായ അമ്മാൻ, ഡാനിയേലി തുടങ്ങിയ ഹോട്ടലുകൾ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം.